അപ്പം ഇന്ന് വീട്ടിൽ വെറുതെ കുത്തിരുന്നപ്പോഴാണ് കേട്ടോ പുറത്തേക്കൊന്ന് പോയിട്ട് ഒരാഴ്ച ബീച്ചിലേക്ക് ഒന്ന് കറങ്ങിയിട്ട് ഒരാഴ്ച. അപ്പം ഞാനും അച്ഛനും അമ്മയും ഏട്ടനും കൂടിയാണ് പോണത്. അപ്പം അച്ഛന് പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛന് വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് മുന്നിൽ തന്നെ ഒരു പേരക്ക മരമുണ്ട്. അപ്പോൾ അവിടെ നിറച്ച് പേരക്കുണ്ട്, പഴുത്ത പേരക്കുണ്ട്. പക്ഷെ അതൊക്കെ മുകളിലാണ്. അപ്പോൾ എനിക്ക് അടിയിലുള്ളൊരു പച്ച ഇതെടുത്ത് തന്നിട്ട് ഇത് തിന്നോ, ഇതേ കിട്ടിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനതെടുത്ത് തിന്നെ. പിന്നെ ഞങ്ങളൊരു അവിൽ മിൽക്ക് കുടിക്കുക ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ പോയി. ഞങ്ങളെപ്പോഴും ബീച്ച് വരുമ്പോൾ എപ്പോഴും കുടിക്കുന്ന ഒരു സ്പോട്ടാട്ടോ, അടിപൊളിയാണ്. പിന്നെ ഐസ്ക്രീം ഇല്ലേന്ന് കേട്ടോ, അപ്പോൾ അതിൻ്റെ അടുത്തുണ്ട്. അപ്പം എന്തായാലും ഞങ്ങൾ തിന്നു, കാരണം അടിപൊളി ക്വാണ്ടിറ്റി ഫ്രൂട്ട്സും എല്ലാം കൂടി ആയിട്ട് അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പിന്നെ ബീച്ചിൽ പോയി. ബീച്ചിലാണെങ്കിലും നല്ല വെയിലും ഉണ്ട്, നല്ല കാറ്റുമുണ്ട്. അപ്പോൾ ആ ഇതിലിങ്ങനെ നടന്നിങ്ങനെ പോയപ്പോഴാണ് അത്യാവശ്യം കുറേ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല, ചൂടൊക്കെ അല്ലേ, ആരും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ പോയപ്പോഴാണ് ഞാനിത് കണ്ടത്. ഇതിനെന്താ പറയുക, ഒട്ടക സവാരിയോ എന്തോ ആണ്. അപ്പോൾ ഞാൻ ഓരതിൻ്റെ മുകളിൽ കയറിയിരുന്നപ്പോൾ ഞാൻ ആലോചിക്കണേ, അങ്ങനെ വീണാളെ അവസ്ഥ എന്തൊക്കെയായിരുന്നിട്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ടിനെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ബീച്ചിൽ കുറേ കറങ്ങി കിടന്നപ്പം പിന്നെ ഞങ്ങൾ കല്ലുമ്മക്കായ എന്നയച്ചു. അപ്പം മസാല കല്ലുമ്മക്കായ ഒന്നേ വാങ്ങിയിട്ടുള്ളൂ, എങ്ങനെ അറിയില്ല, തിന്നിട്ടില്ല. അപ്പോൾ തിന്ന കുഴപ്പമില്ല, നല്ല രസമുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ രസമുണ്ട്. അത് കഴിഞ്ഞ് പോകുമ്പോഴാണ് ഈ പാരഷൂട്ട് കണ്ടത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ നേരമായിരിക്കും നോക്കി നിന്ന്, കാരണം അയാൾ ഇങ്ങനെ ഇറങ്ങാമെന്ന് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ കണ്ടില്ല കേട്ടോ, കാരണം എത്ര മണിക്കൂർ അങ്ങനെ എന്തോ ഉണ്ട് തോന്നുന്നു, എന്തായാലും കണ്ടില്ല. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്ന്. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ഇരുട്ടൊക്കെ ആയിരുന്നു, കുറച്ച് നേരമായി. പിന്നെ നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു.